Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രാർത്ഥനാധ്വനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. നാം ആയിരുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവം നമ്മെ ശ്രേഷ്ഠകരമായ ദൈവം നമ്മെ സൂക്ഷിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രാർത്ഥനാ ധ്വനി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ആത്മീക സംഗമത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിനായി അത്യധ്വാനം ചെയ്യുന്ന, വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ശക്തമായ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. നിങ്ങളുടെ വലിയ സമർപ്പണത്തെ ദൈവം മാനിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയും അനേകരുടെ ജീവിതത്തിൽ വലിയ ആത്മീക സന്തോഷത്തിനും ദൈവിക മറുപടികൾക്കും കാരണമായി തീർന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശക്തമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനെയും വിവിധ രാജ്യങ്ങളിൽ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും വളരെ സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. പ്രാർത്ഥനാ ധ്വനിയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ നേതൃത്വത്തിന് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകുന്ന, അതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, വിശേഷാൽ ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൻ ഡാനിയൽ, മറ്റ് ബഹുമാന്യ ദൈവദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് എന്നെയും ഉൾപ്പെടുത്തുവാനായിട്ട് എന്നെ അതിന് അവസരമൊരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട എന്നോടൊപ്പം ഈ ദേശത്തായിരിക്കുന്ന സഹോദരൻ ഫിലെ ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അവിടെ ഇടങ്ങളായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസകാലമൊക്കെയും നിങ്ങൾ ഒരു പ്രത്യേക വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ദൈവിക സന്ദേശം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. എനിക്കും ചില സന്ദേശങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവിക സാന്നിധ്യത്തെ കുറിച്ച് വളരെ ശക്തമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശം നൽകിയ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ശ്രവിച്ച പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് അറിയുന്നതിലും ഞാൻ സന്തോഷം പങ്കുവെക്കുകയാണ്. ദൈവം അവിടെ ഇവിടങ്ങളായി നമ്മെ സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നുവല്ലോ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. അതിലേക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 22,
23-24 വാക്യങ്ങൾ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവവചന സംബന്ധമായി വളരെ പരിജ്ഞാനമുള്ള ധാരാളം പ്രിയപ്പെട്ടവരാണ് എന്നെ ശ്രവിക്കുന്നതെന്ന് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ലഭ്യമായി തീർന്ന ഈ പ്രത്യേക സന്ദേശത്തിന്റെ ഈ പ്രത്യേക ആമുഖത്തോട് വളരെ നീതി പുലർത്തുന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നാം എവിടെയൊക്കെ ആയിരിക്കുന്നോ അവിടെയൊക്കെ നമ്മോടുകൂടെ ഉള്ളത് ആണ് എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് പ്രവർത്തിപ്പാൻ അതിർവരമ്പുകളില്ല, ദേശത്തിന്റെ പരിമിതികളില്ല. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര കൊട്ടിയടയ്ക്കപ്പെട്ടതാണെങ്കിലും ദൈവ സാന്നിധ്യത്തിന് നമ്മുടെ അടുത്ത് ഇറങ്ങി വരുവാൻ യാതൊരുവിധമായ തടസ്സവുമില്ല. അതാണ് നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ഏറ്റവും ഉന്നതമായ പ്രത്യേകതകളിൽ ഒന്ന് എന്നുള്ളത്. നാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. അത് എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. രാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ യാതൊരുവിധമായ പരിമിതികളും തടസ്സം നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവ സാന്നിധ്യത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയുമെന്നുള്ളത്, നമ്മോട് കൂടെ ആ ദൈവത്തിന് നമ്മോട് കൂടെ ആയിരിക്കാൻ കഴിയുമെന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. എന്നെ എപ്പോഴും വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, തന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം മിസ്രയീമ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടിട്ട്, നിലവിളി കേട്ടിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം മോശയുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് ഇങ്ങനെയാണ്. മോശയോട് ഇങ്ങനെ പറയുന്നു: ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗം വീണ്ടും ദൈവം ഇപ്രകാരം മോശയോട് പറയുകയാണ്: ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണ്. എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അത് കേവലം നമ്മുടെ ഏതെങ്കിലും പ്രതിസന്ധികളെ കണ്ട് ഇറങ്ങി വരുന്ന സാന്നിധ്യം മാത്രമല്ല, നമ്മുടെ ഏതെങ്കിലും പ്രതിസന്ധിയെക്കുറിച്ച് നാം പറഞ്ഞ് കേട്ട് ഇറങ്ങി വരുന്ന സാന്നിധ്യം മാത്രമല്ല. നമ്മുടെ പ്രതിസന്ധികളെ ഒരുപക്ഷെ മനുഷ്യന് കണ്ട് നമ്മുടെ അടുത്ത് വരുവാൻ കഴിയും. നമ്മുടെ പ്രതിസന്ധികളെ നാം പറയുന്നത് കേട്ട് നമ്മുടെ അടുത്ത് ഇറങ്ങി വരുവാൻ കഴിയുന്ന, നമ്മുടെ അടുത്തേക്ക് ഒരുപക്ഷെ നമ്മളെ അന്വേഷിച്ചു വരുന്ന ആളുകളെ നമുക്കറിയാം. എന്നാൽ അവിടെ കൊണ്ടും തീർന്നില്ല. ദൈവത്തിന്റെ നമ്മോടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്, അവിടെ ആ പദം എന്നെ ഏറെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളതാണ്. ഞാൻ അവരുടെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുക. സങ്കടപ്പെടുന്നവരുടെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വരുന്ന സാന്നിധ്യമാണ് നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ നമ്മോടുള്ള കരുതൽ എന്ന് പറയുന്നത്. എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണിത്. നാം സങ്കടപ്പെടുന്നത് പറഞ്ഞില്ലെങ്കിലും, നമ്മുടെ സങ്കടം നാം കാണിച്ചില്ല എങ്കിലും, നമ്മുടെ സങ്കടം പറഞ്ഞ് കേൾപ്പിച്ചില്ലെങ്കിലും, നമ്മുടെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, എത്ര ശ്രേഷ്ഠകരമായ ഒരു ദൈവികമായ സ്നേഹമാണത്. നമ്മുടെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. ഈ പ്രതിസന്ധിയിൽ ഒരുപക്ഷെങ്കിൽ നമ്മുടെ പ്രതിസന്ധി, നമ്മുടെ ഈ ഇന്നത്തെ ചിന്താവിഷയം അതാണല്ലോ. പ്രതിസന്ധി നമുക്ക് ഒരുപക്ഷെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയാവുന്നതിനും അപ്പുറം, നമ്മുടെ പ്രതിസന്ധിയെ കാണിച്ച് മറ്റുള്ളവരെ ഒരുപക്ഷെ സഹായത്തിന് നാം വിളിച്ച് ആക്കുന്നതിനും അപ്പുറം, ഹൃദയത്തിനകത്ത് സങ്കടപ്പെട്ട് പ്രതിസന്ധിയിൽ നാം ആയിരിക്കുമ്പോൾ, പ്രതിസന്ധി മുഖാന്തരം നാം സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കുമ്പോൾ,
ആരോടും പങ്കുവെക്കുവാൻ കഴിയാതെ, ആരെയും കാണിച്ചു കൊടുക്കുവാൻ കഴിയാത്ത നിലയിൽ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഇന്ന് ദൈവവചനത്തിന്റെ ആധികാരികതയിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവിക ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ പൂർണ്ണമായും മനസ്സിലാക്കി ആ സാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിൻ്റെതായ അപ്രകാരമുള്ള ഇടപെടൽ എനിക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നിട്ടുള്ളത് കൊണ്ട്, കുടുംബമായി അത് അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് കൊണ്ട് ഇന്ന് സന്തോഷത്തോടെ പ്രാരംഭമായി തന്നെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: സങ്കടം അറിഞ്ഞ് ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മുടെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഈ സമയം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് പ്രതിസന്ധിയിൽ നിങ്ങളായിരിക്കുമ്പോൾ, നിങ്ങൾ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാക്കുവാൻ ആരുമില്ല എങ്കിൽ, നിങ്ങളെ കാണുവാനും കേൾക്കുവാനും ആരുമില്ല എങ്കിൽ, ഹൃദയത്തിനകത്ത് നെടിവീർപ്പിട്ട് ഭാരത്തോടെ വളരെ നിരാശയോടുകൂടി ആയിരിക്കുമ്പോൾ, ഇന്ന് ധൈര്യസമേതം എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും, നിങ്ങളുടെ സങ്കടം അറിഞ്ഞ് നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന. ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ പ്രാരംഭ സമയം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തകർന്ന അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ള ഭാരം നിങ്ങളെ ഒരുപക്ഷെങ്കിൽ ഇന്ന് രാത്രി ഏറെ 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 തകർത്തു കളയുന്നുവെങ്കിൽ, ഈ രാത്രി ധൈര്യപ്പെടൂ. സങ്കടമറിഞ്ഞ് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ മധ്യയുണ്ട്. നിങ്ങളായിരിക്കുന്ന റൂമിൽ, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിനകത്ത്, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്തിലാണ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, എങ്കിലും ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വരുവാനായിട്ട് കഴിയും. ഈ രാത്രി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ മാഹാത്മ്യത എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സങ്കടം അറിയിക്കുവാൻ കാലങ്ങൾ സഞ്ചരിച്ച് കടന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സങ്കടം അറിയിക്കുവാൻ നിങ്ങൾ വളരെ പ്രക്രിയകൾ ചെയ്ത്, വളരെ ക്രിയകൾ ചെയ്ത് അടുത്തേക്ക് പോയി നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ആ ദൈവത്തിന് നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വരുവാൻ ഏക കാരണം ഇന്ന് രാത്രി നിങ്ങൾ ഹൃദയത്തിനകത്ത് സങ്കടപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രതിസന്ധിയിൽ സങ്കടപ്പെട്ട് ആയിരിക്കുന്നവരാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, പ്രതിസന്ധികളിൽ സങ്കടത്തോടു കൂടിയാണ് ആയിരിക്കുന്നുവെങ്കിൽ, തന്റെ ജനത്തിനു വേണ്ടി അവരുടെ സങ്കടം അറിഞ്ഞ് ഉന്നതനായ ദൈവം, ശാശ്വതവാസിയായ ദൈവം, ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരുവാൻ ദൈവത്തിന് അവരോട് കരുണ തോന്നിയെങ്കിൽ, ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈ രാത്രി ആ പ്രാരംഭമായ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ധൈര്യത്തോടെ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരിക്കാം, നിങ്ങൾ അറിയിച്ചിട്ടില്ലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സങ്കടം അറിഞ്ഞ് ആ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ ഈ രാത്രി ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കൂ. നിങ്ങളുടെ അടുത്ത് ദൈവ സാന്നിധ്യം ഈ രാത്രിയുണ്ട്. ഹല്ലേലൂയ. നാം വായിച്ചത് ഇങ്ങനെയാണ്: അപ്പോസ്തലനായ പൗലോസ് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ താൻ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ ജനത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദൈവിക മാർഗത്തോട്, രക്ഷയുടെ മാർഗത്തോട് അഥവാ ക്രിസ്തുവിന്റെ മാർഗത്തോട് ഏറെ മുഖം തിരിച്ചു നിന്ന് ദൈവത്തിന്റെ ജനത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച, ഈ മാർഗത്തെ തന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള അധികാരവും വാങ്ങി ഇറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു ശൗൽ, തർസോസുകാരനായ ശൗൽ. താൻ വളരെ ഉന്നതമായ യോഗ്യതകളുള്ള ഒരു മനുഷ്യനായിരുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ളവനും വലിയ സമ്പന്നനായ മനുഷ്യനും വളരെ അറിയപ്പെടുന്നവനും ഒക്കെ ആയിരുന്ന ഈ മനുഷ്യൻ തന്റെ ജനത്തെ നശിപ്പിക്കുവാൻ, അഥവാ ദൈവമക്കളെ നശിപ്പിക്കുവാൻ, ദൈവിക മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് അധികാരപത്രം അധികാരികളിൽ നിന്ന് വാങ്ങി അതിന് വേണ്ടുന്ന എല്ലാവിധമായ ഒത്താശകളും ചെയ്ത് ദൈവജനത്തിന്റെ, ദൈവമക്കളുടെ നാശത്തെ സന്തോഷത്തോടെ നോക്കിക്കണ്ട ഒരു മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി മറ്റൊന്നായിരുന്നതുകൊണ്ട് എത്ര വലിയ അധികാരമുണ്ടായിരുന്നിട്ടും, എത്ര ശ്രേഷ്ഠതയുണ്ടായിട്ടും, തനിക്ക് എത്ര വലിയ പരിജ്ഞാനം തനിക്ക് കൈവശമായി ഉണ്ടായിരുന്നിട്ടും ഇതിനൊന്നിനും തന്നെ രക്ഷിപ്പാൻ കഴിയാത്ത നിലയിൽ
താന് ഒരു വലിയ വീഴ്ചയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ യാത്രാമധ്യേ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം താൻ കാണുകയും ദൈവം തീർച്ചയായും തന്നെ ദർശിച്ചു എന്ന് താൻ മനസ്സിലാക്കുകയും താൻ സഞ്ചരിച്ച വേളയിൽ വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീഴുകയും താന് വളരെ ഭയപ്പെടുവാനായിട്ടും ഇടയായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയായി തീരും. തീർച്ചയായും ദൈവം തന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവിക ദർശനമായിരുന്നു അത് താൻ പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, ആ സംഭവം മുഖാന്തരം തന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ വലിയ ദൈവികമായ ഇടപെടൽ, ദൈവവുമായിട്ടുള്ള ഈ മുഖാമുഖമായിട്ടുള്ള ഈ ഒരു ദൈവിക ദർശനം തന്റെ ജീവിതത്തിൽ ലഭ്യമായി തീർന്നപ്പോൾ താനേറെ ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. തന്നെ ഇതുവരെയും പിന്തുടർന്നു താൻ ആശ്രയിച്ചിരുന്ന തന്റെ പരിജ്ഞാനവും തന്റെ അറിവും തന്റെ സമ്പത്തും തന്റെ അധികാരവും ഒക്കെയും ദൈവിക ഇടപെടലിന് മുമ്പിൽ നിഷ്ഫലമായി പോയപ്പോൾ തനിക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, തന്നെ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം വിചാരിച്ചെങ്കിലേ, ദൈവം ഇടപെട്ടെങ്കിലേ നടക്കത്തുള്ളൂ എന്ന് തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് ഞാൻ വളരെ അധികാരികളോട് പറയുവാനായിട്ട് കാരണമെന്ന് പറയുന്നത്, പിന്നീട് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. താന് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു തന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഇങ്ങനെയാണ്: താൻ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു പ്രതിസന്ധിയെ താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദൈവികമായ ഇടപെടലിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് മറ്റൊരു ദേശത്ത് ഒരു കാര്യം നടക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ഒരു കാര്യം നടക്കുന്നു. അത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ സാന്നിധ്യം അനന്യാസ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. ദൈവത്തിനോട് സംസാരിക്കുക. എന്നിട്ട് കർത്താവ് ഈ അനന്യാസ് എന്നറിയപ്പെടുന്ന മനുഷ്യനോട് ഇപ്രകാരം പറയുന്നു: നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. ഇവിടെ നാം വളരെ വ്യക്തമായി കാണുകയാണ്, കർത്താവ് അനന്യാസ് എന്നറിയപ്പെടുന്ന ദൈവിക മനുഷ്യനോട് പറയുകയാണ്, നീ എഴുന്നേക്കണം, എന്നിട്ട് നേർവീതി എന്ന തെരുവിൽ ചെല്ലണം. അവിടെ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ള ഒരുവനെ അന്വേഷിക്കണം. നോക്കൂ, ആ ദേശത്ത് ധാരാളം ജനം പാർക്കുന്ന ഒരു സ്ഥലമാണ്. പലയിടങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്ന ആളുകൾ അവിടെയുണ്ട്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ദൈവിക ഇടപെടലിനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യനായിരിക്കുകയാണ്. ഒരു വിടുതലിനെ ആഗ്രഹിച്ചുകൊണ്ട്, അഥവാ ഒരു പൂർണ്ണമായ ഒരു സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് എപ്രകാരമാണെന്ന് മനസ്സിലാക്കൂ. അനന്യാസ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ദൈവ സാന്നിധ്യം വന്നിട്ട് ഇപ്രകാരം പറയുന്നു: നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെല്ലണം. അവിടെ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവൻ അന്വേഷിക്കുക. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം അവിടെ യൂദ എന്നറിയപ്പെടുന്ന പേർ വളരെ പോപ്പുലർ ആയ ഒരു പേരായിരുന്നു. നമുക്കറിയാം, അതിന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് യൂദ എന്ന പേരിന് ഇത്രമാത്രം പ്രസക്തി അവിടെ ഉണ്ടായി, എന്തുകൊണ്ട് യൂദ എന്നുള്ള പേരിന് ആളുകൾ, അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് യൂദ എന്ന് പേരിടുവാനൊക്കെ ആളുകൾ ആഗ്രഹിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്. എങ്കിലും ആ ദേശത്ത് തീർച്ചയായും ഒന്നിൽ കൂടുതൽ യൂദന്മാരുണ്ടാകാം. എന്നാൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം വിടുവിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവം സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, നീ നേർവീതി എന്ന തെരുവിൽ യൂദ എന്നൊരു മനുഷ്യന്റെ വീടുണ്ട്. അത് മാത്രമല്ല, ആ നേർവീതി എന്ന ആ വീതിയിൽ യൂദ എന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ നമുക്കറിയാം. എന്നിട്ട് പറയുന്നു, തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ള ഒരു മനുഷ്യനെ അന്വേഷിക്കണം. തർസോസുകാരനായ ശൗൽ. അപ്പോ ഒരു പക്ഷെങ്കിൽ അവിടെ ശൗൽ എന്നു പേരുള്ള പല ആളുകളോടെ ഉണ്ടാകാം, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം. എന്നാൽ
ദൈവം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, ഇവിടെ പ്രതിസന്ധി ആർക്കാണുള്ളത്, ആരുടെ അടുത്താണ് ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ഒരു ദൈവിക വിടുതലുമായി ദൈവിക കരുതലുമായി ദൈവത്തിന് ഇറങ്ങി വരേണ്ടതിന് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. അതുമാത്രമല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, യഥാർത്ഥമായ ഒരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, നേർവീതി എന്ന തെരുവിൽ യൂദ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നുള്ള ഒരാളുണ്ട്. നമുക്ക് എത്ര സന്തോഷകരമായി നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കഴിയും. സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പ്രതിസന്ധി അറിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ഈ രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്, ഭാരപ്പെടുന്ന ഇങ്ങനെ ആയിരിക്കാം, എൻ്റെ പ്രതിസന്ധിയെ ദൈവത്തിന് അറിയുവാൻ കഴിയുന്നുണ്ടോ? വാസ്തവമായി ഞാൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന എൻ്റെ ദേശത്ത്, എൻ്റെ വീട്ടിൽ, ഒരുപക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ എനിക്ക് ഒരുപക്ഷെങ്കിൽ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, എൻ്റെ പ്രതിസന്ധിയെ അറിയുന്നുണ്ടോ? എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും, കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് ശൗൽ എന്നറിയപ്പെടുന്ന ഈ മനുഷ്യന്റെ പ്രതിസന്ധിയെ അറിഞ്ഞ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നിട്ട് ആ മനുഷ്യന്റെ അടുത്തേക്ക്, അനന്യാസ് എന്നറിയപ്പെടുന്ന മനുഷ്യനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റൂട്ട് മാപ്പും കൊടുത്ത് ദൈവം തന്റെ മറുപടിയുമായിട്ട് ആ മനുഷ്യന്റെ അടുത്തേക്ക് അയക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരുപക്ഷെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, ഒരുപക്ഷെ നിങ്ങളുടെ അഡ്രസ്സ് പോലും അറിയാൻ മേലാത്ത ആളുകൾ ആയിരിക്കാം. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന ഇടം ഒരുപക്ഷെ ആളുകൾക്ക് അറിയത്തില്ലായിരിക്കാം. നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ആ ആഴവും ഒരുപക്ഷെങ്കിൽ ആ പ്രതിസന്ധിയുടെ ഭാരവും അറിയാതിരിക്കുമ്പോൾ ഈ രാത്രി എനിക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയും, ദൈവം ഈ രാത്രി സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പേർ ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്ന രാജ്യം ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ ആ ഇരിക്കുന്ന രാജ്യത്തിനകത്ത് നിങ്ങൾ ആയിരിക്കുന്ന ഏത് പ്രവിശ്യയിലാണോ, ഏത് അഡ്രസ്സിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്, അത് ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ പേർ എന്താണെന്ന് ദൈവം അറിയുന്നുണ്ട്. ഈ രാത്രി എത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിയും? എത്ര പേർക്ക് അത് ധൈര്യത്തോടെ ഈ രാത്രി ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കഴിയും? ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പോലും ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പരിമിതമായ അറിവുകളെ ഉണ്ടാകത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ അവിടെ രോഗിയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജോലിയില്ലാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അറിയുന്ന ഒരുപക്ഷെ സന്തോഷകരമായ കാര്യമായിരിക്കാം. എന്നാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ അറിയുന്ന ദൈവം, കേവലം അത് അറിയുക മാത്രമല്ല, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം, ഞാനായിരിക്കുന്ന പ്രതിസന്ധിയിൽ ഇറങ്ങി വരുവാൻ സർവശക്തനായ ഒരു ദൈവമാണ്. ഇവിടെ ശൗൽ അന്ധത ബാധിച്ച് വളരെ ഭാരത്തോടു കൂടി താനായിരിക്കുമ്പോൾ അനന്യാസ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനെ താനായിരിക്കുന്ന ഇടത്തേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് റൂട്ട് മാപ്പും കൊടുത്ത് തന്നെ അയക്കുന്ന ഒരു ദൈവത്തെ ഈ രാത്രി പ്രാരംഭമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുണർത്തുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവെ, ഞാൻ അറിയുന്നുണ്ട്, ഞാൻ ഇതുവരെയും ഭാരപ്പെട്ടുകൊണ്ടിരുന്നത് എന്നെ ആരും അറിയത്തില്ല. ഞാൻ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ ഇടം ആർക്കും അറിയത്തില്ല. ഞാൻ ആയിരിക്കുന്ന സ്ഥലം ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ അറിയാവുന്നവർ ഒരുപക്ഷെ വരാതിരിക്കുമ്പോൾ, അറിയാവുന്ന ആളുകൾ ഒരുപക്ഷെ എന്നെ അന്വേഷിച്ച് കടന്നു വരാതിരിക്കുമ്പോൾ, ഈ രാത്രി വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, ദൈവം മറ്റ് ചില ആളുകളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയാത്ത വ്യക്തികൾ, നിങ്ങൾ അറിയാത്ത ആളുകൾ, നിങ്ങൾ അറിയാത്ത മേഖലകളിൽ നിന്ന് ദൈവം നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ദൈവിക മറുപടിക്ക് വേണ്ടിയുള്ളത് കൊടുത്ത്, ദൈവിക മറുപടിക്ക് വേണ്ടിയുള്ളത് അയച്ച് ദൈവം നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ദൈവം തന്റെ മറുപടി അയപ്പാനിടയായിത്തീരും. അതുകൊണ്ട് പ്രാരംഭത്തിൽ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം എന്നുള്ള ആ ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് നാം ഇന്ന് രാത്രി ദൈവവചനം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നാം പ്രാരംഭത്തിൽ വിശ്വസിക്കൂ, ദൈവം നാം ആയിരിക്കുന്ന ഇടവും നാം ആയിരിക്കുന്ന പ്രതിസന്ധിയും അറിയുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ പരാതി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധി അറിയുന്നവർ ആരുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഉലകത്തെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, എല്ലാ നിലയിലും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന
ആ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് യാതൊരു വിധമായ തടസ്സവുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ദൈവം എൻ്റെ പ്രതിസന്ധിയെ അറിയുന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ഈ രാത്രി ദൈവവരങ്ങളിലേക്ക് നമുക്ക് പ്രാരംഭത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ തുടർന്ന് ദൈവവചനം കേട്ടാട്ടെ. ദൈവം പൗലോസിന്റെ അടുത്തേക്ക്, ശൗലിന്റെ അടുത്തേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ആലോചനയുമായി തന്റെ ദാസനെ അയപ്പാൻ ഇടയായി തീർന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രി നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവം അയച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് നമുക്കറിയാം, പൗലോസിനെ ദൈവം, ശൗൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ പൗലോസാക്കി ദൈവം മാറ്റി ശക്തമായ നിലയിൽ ദൈവത്തിന്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി ദൈവം ഉപയോഗിപ്പാനായിട്ട് ഇടയായി തീർന്നു. പല ദേശങ്ങളിലേക്ക് തന്നെ ദൈവം പ്രേക്ഷിത വേലയുമായി അയപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ താൻ സാക്ഷിയാകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവനാമത്തെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. പല പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ തനിക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അനേക ദേശങ്ങളിൽ ദൈവത്തിന്റെ സഭയെ സ്ഥാപിപ്പാൻ, അനേകരെ ക്രിസ്തുവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് ആക്കി വെക്കുവാൻ ദൈവം തന്നെ ഉപയോഗിപ്പാനായിട്ട് ഇടയായി തീർന്നു. അനേക ആളുകളോട് ചേർന്ന് ദൈവവേല ചെയ്യുവാൻ ദൈവം തന്നെ സഹായിപ്പാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ തന്റെ പ്രേക്ഷിത പ്രവർത്തന മേഖലകളിൽ പലപ്പോഴും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പലപ്പോഴും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പല വിധമായ ഒറ്റപ്പെടലുകൾ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവിടെയൊക്കെയും പതറാതെ തന്നെ വ്യക്തമായി അറിയുന്ന ദൈവത്തെ, തന്നെക്കുറിച്ച് വളരെ ഉദ്ദേശമുള്ള ഒരു ദൈവത്തെ, തന്നെ ഏത് ഉദ്ദേശത്തിന് വേണ്ടി, ഏത് ദൗത്യ നിർവഹണത്തിന് വേണ്ടി തന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പൂർണ്ണമായ ബോധ്യമുള്ള, നമുക്ക് തന്റെ വാക്കുകളിൽ കൂടി അത് അറിയാമല്ലോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണെന്നുള്ള തന്റെ ദൃഢമായ നിശ്ചയവും ഉറപ്പും തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി മേഖലകളിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ ദൈവം തന്നെ ഇടയാക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ചില പ്രതിസന്ധികൾ താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ താൻ ജയിലിൽ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. സുവിശേഷ മുഖാന്തരം, സുവിശേഷ പ്രവർത്തന മുഖാന്തരം അങ്ങനെ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ താൻ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ നമുക്ക് പൗലോസിനെ കുറിച്ച് അറിയാം. താൻ വളരെ സമ്പന്നനും വിദ്യാ സമ്പന്നനും താനായിരുന്നു. ഉന്നതമായ ജീവിത നിലവാരം പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു. അംഗീകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തനിക്ക് രണ്ടു വിധമായ പൗരത്വങ്ങൾ ഉണ്ടായിരുന്നു. തനിക്ക് ലഭിക്കപ്പെട്ടതായ ഒരു പൗരത്വമായിരുന്നു റോമൻ പൗരത്വം. അത് തന്നെ വളരെ പ്രിവിലേജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള ചില പ്രിവിലേജസ് അനുഭവിപ്പാൻ തനിക്കുള്ള ഈ റോമൻ പൗരത്വം തന്നെ സഹായിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ താന് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, സുവിശേഷ മുഖാന്തരം ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ തനിക്ക് സീസറുടെ അടുത്ത്, അഥവാ റോമൻ ഭരണാധികാരികളുടെ ഉന്നത ഭരണാധികാരിയായ റോമൻ സീസറുടെ അടുത്ത്, കൈസറുടെ അടുത്ത് തനിക്ക് അപ്പീൽ കൊടുക്കുവാനായിട്ടുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാരാഗ്രഹത്തിൽ താൻ അടയ്ക്കപ്പെട്ടപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവിൽ താൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്റെ നിരപരാധിത്വത്തെ തനിക്ക് തെളിയിക്കുവാൻ, അഥവാ അപ്പീൽ കൊടുത്ത് തനിക്ക് വാദിക്കുവാനായിട്ട്, തന്റെ നിരപരാധിത്വത്തെ തനിക്ക് ഉന്നയിക്കുവാനായിട്ട് കൈസറുടെ അടുത്ത്, സീസറുടെ അടുത്ത് തനിക്ക് ചെല്ലുവാനായിട്ടുള്ള ഒരു അപ്പീൽ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് റോമൻ പൗരത്വ മുഖാന്തരം തനിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് താൻ പറഞ്ഞു, എനിക്ക് കൈസറുടെ അടുത്ത്, സീസറുടെ അടുത്ത് എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കണം, എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം. അങ്ങനെ താൻ ഈ അപ്പീൽ കൊടുത്ത് കാത്തിരുന്ന് ആ അപ്പീലിന്റേതായ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജയിലിൽ നിന്ന് തന്നെ വിടുവിക്കുവാനായിട്ട്, താൻ ഏത് കാര്യത്തിൽ താൻ അക്യൂസ്ഡ് ആയിരുന്നു അതിൽ നിന്ന് തന്നെ പൂർണ്ണമായ ഒരു വിടുതൽ കൊടുക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം, ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ തന്നെയും തന്റെ ഈ അപ്പീൽ നിലനിൽക്കുന്നത് കൊണ്ട്, തന്റെ അപ്പീൽ പാസ്സായി കൈസറുടെ അടുത്തേക്ക് യാത്ര ചെയ്യുവാൻ, റോമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ടുള്ള ഒരു കൽപ്പന തനിക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ റോമിലേക്ക് അയക്കുവാനായിട്ട് അവിടെയുള്ള ഭരണകൂടം തീരുമാനിച്ചു. അതിന് ശേഷമായിട്ട് തന്നോട് ഏകദേശം 275 ആളുകളെയും കൂട്ടി റോമിലേക്ക് തന്നെ അയക്കുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ തനിക്ക് റോമിലേക്കുള്ള യാത്രയുടെ സമയമായപ്പോൾ, ഇതിനു മുമ്പ് പൗലോസിന്റെ ആഗ്രഹമായിരുന്നു റോമിൽ കടന്നു ചെല്ലണമെന്നും ദൈവികത്തിന്റെ സാക്ഷിയായി തീരണമെന്നൊക്കെ താൻ ആഗ്രഹിച്ചു, താൻ പ്രാർത്ഥിച്ചു അതിനു വേണ്ടി. അങ്ങനെ റോമിലേക്ക് പോകുവാനായിട്ടുള്ള കൽപ്പന പുറപ്പെട്ടു.
പൗലോസും കൂടെയുള്ള ആളുകളും തന്നെ അധികാരിയായ ഒരു ശതാധിപനെയും ആ കൂടെയുള്ള യാത്ര ചെയ്യുന്ന ആളുകളെ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ യാത്ര അയപ്പാനായിട്ടിടയായി തീർന്നു. ഇവർക്ക് റോമിലേക്കുള്ള യാത്രയുടെ സമയമായപ്പോൾ നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. യാത്രയുടെ സന്ദർഭത്തിൽ യാത്രയുടെ സമയം തിരഞ്ഞെടുത്തപ്പോൾ പൗലോസിന് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. ഒന്നാമത്, തന്റെ യാത്രയ്ക്കുള്ള സമയം അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് തനിക്ക് വലിയ അനുകൂലമായി തോന്നിയില്ല. കാരണം യാത്രയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് താനിങ്ങനെ ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. എന്നാൽ കൽപ്പന പുറപ്പെട്ടതുകൊണ്ടും തന്റെ വാക്കുകൾ കൂട്ടാക്കാതെ തന്നെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഈ സമയം തന്നെ നിങ്ങൾ യാത്ര ചെയ്യണം, റോമിലേക്ക് കടന്നു പോകണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് തന്നെ അവർക്ക് യാത്ര ആരംഭിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കപ്പൽ മുഖാന്തരം റോമിലേക്കുള്ള യാത്ര ആരംഭിക്കപ്പെടുമ്പോൾ പൗലോസ് ഒരു പക്ഷെങ്കിൽ അതിന് ചില ഒബ്ജക്ഷൻസ് ഒക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും അതൊന്നും കണക്കിടാതെ കപ്പലിന്റെ ഉടമസ്ഥർ അവരുടെ ലാഭം പോയി പോകും എന്ന് ഭയപ്പെട്ടിട്ട് യാത്ര ക്യാൻസൽ ഒന്നും ചെയ്യാതെ അവർ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രാരംഭ സമയം തന്നെ വളരെ സന്തോഷകരമായ രീതിയിൽ അവർ തീരം വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. കൂടെയുള്ള ആളുകൾ യാത്ര പൗലോസ് പറഞ്ഞതുപോലെ ഒന്നും അല്ല എന്ന് കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു. പ്രതിസന്ധികളൊന്നുമില്ല, വളരെ ശാന്തമായ നിലയിൽ അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ആ യാത്രയുടെ സന്ദർഭത്തിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചെറിയതായ രീതിയിൽ കാറ്റൊക്കെ അടിച്ചു, നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. എന്നാൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ പ്രതികൂലമായ നിലയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ ഭയപ്പാടോടുകൂടി തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു എന്നുള്ളത് നാം 27-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ മുഴുവൻ വളരെ ഭയത്തോടു കൂടിയായിരുന്നു. ഇപ്പോൾ നോക്കൂ, അവർ വലിയ കാറ്റ്, കൊടുങ്കാറ്റ്, വളരെ ആ കാറ്റിന്റെ ക്രമാനുഗതമായ രീതിയിലുള്ള ഉയർച്ചയും അതിന്റെ മാറ്റങ്ങളും പ്രാരംഭ സമയത്തിൽ വളരെ ശാന്തമായി തോന്നിയ സാഹചര്യം പ്രക്ഷുബ്ധമായി തീരുന്ന വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഈ യാത്രയിൽ ഉണ്ടാകുക. അങ്ങനെ ഭയാനകമായ ഒരു സാഹചര്യം കടന്നു വരുന്നു. അതിന്റെ ഭയാനകത നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് ഇങ്ങനെയാണ്. രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു പോകുന്ന നിലയിലുള്ള പ്രയാസത്തിലേക്ക് കടന്നു വരികയാണ്. നോക്കൂ, നമ്മുടെ ചിന്താവിഷയം ഇതാണ്: പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം. ഇപ്പോൾ ഇവരായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതാണ്. ഒരു പക്ഷേ ആ കപ്പലിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ധാരാളം അനുഭവ പരിചയമുള്ള ആളുകളാണ്. പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, ഇങ്ങനെ കാറ്റും പ്രക്ഷുബ്ധതയൊക്കെ കടന്നു വരുമ്പോൾ അതിനെ നിയന്ത്രിപ്പാൻ ആവശ്യമായ സജ്ജീകരണങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ഇവർക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതിനാവശ്യമായ ചില ഉപകരണങ്ങളും ചില സംവിധാനങ്ങളും ആ കപ്പലിൽ തന്നെയുണ്ട്. എന്നാൽ കാറ്റിന്റെ ആധിക്യത മുഖാന്തരം ഇവർക്ക് ഇത് നിയന്ത്രിപ്പാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നോക്കൂ, ഇപ്പോൾ തീരത്തു നിന്ന് വളരെ ദൂരെയായി. ഈ പ്രതിസന്ധിയുടെ മധ്യ തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചാലും തീരത്തു നിന്ന് വളരെ ദൂരെയായി. ഇനി ഒരു തിരിച്ചുപോക്കൽ ഇവർക്ക് സാധ്യമല്ല. മുന്നോട്ട് പോകുവാനും കഴിയത്തില്ല. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പല പ്രതിസന്ധികളും ഇങ്ങനെയാണ്. നാം ആഗ്രഹിച്ചിട്ട് ചില കാര്യങ്ങൾ തുടങ്ങുവാനിടയായിത്തീർന്നു, ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഇപ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊരു പുറകോട്ടുപോക്കലിനെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്തുനിന്ന് തിരിച്ചൊന്ന് പോകണം എന്ന് വിചാരിച്ചാലും തിരിച്ചു പോകുവാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിസന്ധി, അല്ലെങ്കിൽ അതും സാധ്യമല്ലാത്ത നിലയിൽ നാം ഒരു നടുക്കടലിലായിരിക്കുന്ന അവസ്ഥയാണ്, ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയാണ്. മുന്നോട്ടും പോകുവാൻ കഴിയുന്നില്ല, പുറകോട്ടും പോകുവാൻ കഴിയുന്നില്ല. ഒരു പക്ഷെങ്കിൽ വിദൂരതയിൽ നിന്ന് തീരത്ത് നിൽക്കുന്ന ആളുകൾക്ക് സഹായത്തിന്റെ ഹസ്തം നീട്ടണമെന്ന് ആഗ്രഹിച്ചാലും അവർക്കും കടന്നു വന്ന് നമ്മെ സഹായിപ്പാൻ കഴിയാത്തതിനും അപ്പുറത്തേക്ക് ജീവിതത്തിലെ പ്രതിസന്ധി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങളായിരിക്കുന്നിടം അത്രമാത്രം വലിയ ഒരു പക്ഷെങ്കിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരിക്കാം നാം ആയിരിക്കുന്നത്. സഹായിപ്പാൻ കഴിയുന്ന ആളുകൾക്കും സഹായിപ്പാൻ ആഗ്രഹമുള്ള ആളുകൾക്കും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ കഴിയാത്ത നിലയിൽ ഈ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസ് ഇങ്ങനെ പറയുകയാണ്,
ചുറ്റുപാട് നിൽക്കുന്ന ആളുകളോട് പറയുന്ന ഭാഗമാണ് വായിക്കുന്നത്. കപ്പലിലല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അതിന് കാരണമായി താൻ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ പിന്നിലൊക്കെ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുവാനിടയായി തീർന്നത്: രക്ഷപ്പെടുമെന്നുള്ള ആശ അവർക്ക് നശിച്ചു പോകുവാനായിട്ടിടയായി തീർന്നു. They don't have any hope. അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഈ പ്രതിസന്ധിയിൽ വന്ന് സഹായിപ്പാൻ കഴിയുന്ന ആരുമില്ല. എന്നാൽ പൗലോസ് പറയുന്നു, എത്ര ശ്രേഷ്ഠകരമായ കാര്യം, എത്ര ശ്രേഷ്ഠകരമായ ധൈര്യപ്പെടുവാൻ കഴിയുന്ന വാക്കുകളാണ്: എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ നിന്നു. പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, കടലിന്റെ ഒത്ത നടുവിൽ ആർക്കും കടന്നു വന്ന് സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ, മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാത്ത നിലയിലായിരിക്കുമ്പോൾ, മാനുഷികമായ കരങ്ങൾക്കോ സാങ്കേതിക വിദ്യകൾക്കോ മറ്റൊന്നിനും സഹായിപ്പാൻ കഴിയാത്ത ഇടത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഇറങ്ങി വരുവാൻ കഴിയുമെന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് ധൈര്യത്തോടെ ഓർക്കുവാൻ കഴിയുന്നതാണ് പൗലോസിന്റെ വാക്കുകൾ. എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു. ഈ രാത്രി ധൈര്യത്തോടെ ദൈവത്തിൽ വിശ്വസിപ്പാൻ കഴിയുമോ? ആർക്കും ഇറങ്ങി വരുവാൻ കഴിയാത്ത ഒരു നിലയിൽ നിങ്ങളായിരിക്കുമ്പോൾ, ആർക്കും അടുത്തു വരുവാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ നിങ്ങളായിരിക്കുമ്പോൾ, ഈ രാത്രി ഭൗതികമായ യാതൊരു അതിർവരമ്പുകൾക്കും തടുത്തു നിർത്തുവാൻ കഴിയാത്ത യാതൊരു വിധമായ പ്രതികൂലങ്ങൾക്കും തടുത്തു നിർത്തുവാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ കരത്തിന് നിങ്ങളെ സ്പർശിപ്പാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ മറ്റൊരു ശബ്ദവും കേൾക്കുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിലും ദൈവിക ശബ്ദത്തിന് നിങ്ങളുടെ കാതുകളിൽ എത്തുവാൻ ഒരു പ്രതിസന്ധിയും ഒരു 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 കോൺക്രീറ്റ് വാൾസിനും അതിനെ തടസ്സം നിൽക്കുവാൻ കഴിയത്തില്ല. ഈ രാത്രി ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് ഇടപെടുവാനിടയായിത്തീരും. ഇങ്ങനെ പറയും പൗലോസ് പറഞ്ഞു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നിട്ട്, ഹല്ലേലൂയ, ഇപ്രകാരമാണ് പറയുന്നത്: പൗലോസേ, ഭയപ്പെടരുത്. ഒന്നാമതായി ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടരുത്. പ്രതിസന്ധിയിൽ ഭയപ്പെടാതിരിക്കണമെങ്കിൽ ദൈവിക ആശ്രയ ബോധ്യം നമുക്കുണ്ടാകണം. ഈ രാത്രി ഇതുവരെയും ഈ പ്രതിസന്ധിയിൽ നിങ്ങളെ ഏറെ തകർത്തിക്കളഞ്ഞത് ഭയമാണ്. എങ്ങനെ അഭിമുഖീകരിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങൾ ഭയത്തോടു കൂടി ആയിരുന്നത്. എന്നാൽ ദൈവശബ്ദത്തിന് ആദ്യമായി തന്നെ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഭയത്തെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട. ഈ രാത്രി ധൈര്യത്തോടെ ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ, ഭയത്തെ ദൈവം എടുത്തു മാറ്റുവാൻ ഇടയായിത്തീരും. ആദ്യമായി ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നു: ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നദി നിന്നെ മുക്കിക്കളയത്തില്ല, പെരുവെള്ളം നിന്റെ മീതെ കവിയത്തില്ല, അഗ്നി നിന്നെ ദഹിപ്പിച്ചു കളയത്തില്ല. ദൈവം പ്രാരംഭമായി ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട. കാറ്റ് ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, കാറ്റ് അവിടെ ശക്തമായി വീശുന്നുണ്ട്. രക്ഷപ്പെടുമെന്നുള്ള ആശ നശിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യമാണ് അവിടെ ആയിരിക്കുന്നത്. എങ്കിലും ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കാ പറയാൻ കഴിയുന്നത് ഭയപ്പെടേണ്ട എന്ന്? നാം വിശ്വസിച്ചാട്ടെ, ഭയപ്പെടേണ്ട. ദൈവസാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ പ്രതിസന്ധിയിൽ ദൈവസാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ധൈര്യത്തോടെ തുടർന്നും ഹല്ലേലൂയ ദൈവവചനം നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട. തൻ കൂടെയുള്ള ആളുകളെ ധൈര്യപ്പെടുത്തുവാനിടയായിത്തീർന്നു. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിവേഗത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു, ധൈര്യപ്പെടുത്തുവാനിടയായിത്തീർന്നു. നമുക്കറിയാം, ആ കാറ്റും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ, അവർ മുന്നോട്ട് യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ, അവർ ആ കപ്പലിനെ പലയിടങ്ങളിൽ നങ്കൂരമിടുവാനായിട്ട് ആഗ്രഹിച്ച് അതിന്റെ ആഴമൊക്കെ അളക്കുകയാണ്. എന്നാൽ ഈ ഭയപ്പെടേണ്ട എന്ന ദൈവിക ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ഒരു കാര്യം അവിടെ സംഭവിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത് ഇങ്ങനെയാണ്:
ഈ കപ്പൽ തകരപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ഭയപ്പെടേണ്ട എന്നുള്ള ദൈവിക ശബ്ദം കേട്ട പ്രിയപ്പെട്ടവരാണ്. എന്നാൽ കപ്പൽ തകരപ്പെട്ടു. എന്നാൽ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കൂടെ തന്നെ മറ്റൊരു വാക്യത്തും കൂടെ പറഞ്ഞു, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. യു ആർ ഓൺ യുവർ വേ ടു റോം, യു വിൽ ബി ഇൻ റോം. ദൈവം തന്നോട് പറഞ്ഞു, റോമിൽ നിൽക്കും, കൈസരുടെ മുമ്പിൽ നിൽക്കും. ആ കപ്പൽ തകരപ്പെട്ടു. ആ കപ്പൽ കഷണങ്ങളായി വിഭാഗിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം അവരെ വിട്ടുപോയില്ല. നാം ഇങ്ങനെ വായിക്കുന്നത്, അവർ ആ പലക കഷ്ണങ്ങളിൽ പിടിച്ച് അവർ തീരത്തേക്ക് അണയുവാനായിട്ട് ഇടയായിത്തീർന്നു. രാത്രി പ്രതിസന്ധിയിൽ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങൾ യാത്ര ചെയ്ത കപ്പൽ തകർന്നതാകാം. നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങൾ സഞ്ചരിച്ച, നിങ്ങൾ ഇതുവരെയും കൊണ്ടുവന്ന പല സംവിധാനങ്ങളുടെ തകർച്ചയായിരിക്കാം. നിങ്ങളുടെ ജീവിതം തന്നെ തകർന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ തകർന്നതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. പലക കഷ്ണങ്ങൾക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെ മറുകരയിൽ എത്തിക്കുവാൻ. തകർന്ന കപ്പലിനെ ഓർത്ത് ഭയപ്പെടേണ്ട. പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചാൽ, നമ്മോട് ഇടപെട്ട ദൈവിക ശബ്ദത്തിൽ നാം ആശ്രയിച്ചാൽ, കപ്പലല്ല നമ്മെ മറുകരയിൽ എത്തിക്കുന്നത്, തകർന്ന ചില കഷ്ണങ്ങൾ. Still there are some remainings in your life. God can make use of it. Hallelujah. ദൈവത്തിന് അതിനെ ഉപയോഗിക്കാനായിട്ട് കഴിയും. തകർന്ന കപ്പലിനെ ഓർത്ത് ഇന്ന് രാത്രി നിരാശയോടുകൂടി ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, still you can see there are some broken pieces in your life. God can make use of it. Just hold on. Just be faithful and trustful in God's name. Hallelujah. ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ. ദൈവം തീർച്ചയായും ആ പലക കഷ്ണങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഉപയോഗിക്കാനിടയായിത്തീരും. ദൈവം അവരെ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരുന്ന ഇങ്ങനെയാണ്. അവരെ ദൈവം മെലീത്ത എന്നറിയപ്പെടുന്ന ദ്വീപിലേക്ക് ദൈവം കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കറിയാം. അവിടെ വെച്ചും വലിയ പ്രയാസം അവർക്കുണ്ടായി. പൗലോസിനെ അണലി കടിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവശബ്ദം, പൗലോസെ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രതിസന്ധിയിലും ദൈവം ഇടപെടുവാനിടയായിത്തീരും. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കാനിടയായിത്തീരും. ഇന്ന് രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ട്, ഐ ആം ഓൺ മൈ വേ ടു റോം ബിക്കോസ് ഗോഡ് ഹാസ് സ്പോക്കൺ ടു മീ while I was in a big trouble. Hallelujah. ഞാൻ വലിയ പ്രതിസന്ധിയിലായിരുന്നപ്പോഴും ദൈവം എന്നോട് വിട്ടു. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി ഇൻ റോം, നീ റോമിൽ നിൽക്കേണ്ടവനാകുന്നു. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, കടലിന്റെ ഒത്ത നടുവിൽ ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാകുന്നു എന്ന് ഇടപെട്ട ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവശബ്ദം ഈ രാത്രി നിങ്ങളായിരിക്കുന്ന റൂമുകളിൽ, നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിനകത്ത് ഈ രാത്രി കടന്നു വന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങളോട് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത്, നിങ്ങളോട് ദൈവം പറഞ്ഞ ഇടങ്ങളിൽ, ദൈവം നിങ്ങളോട് സംസാരിക്കപ്പെട്ടതായ ആ വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും ഈ രാത്രി. അങ്ങനെ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം, ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വരുന്ന ദൈവം. ഈ രാത്രി സങ്കടപ്പെടുന്നവരെ, ആ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരം അവസരം ഒരുക്കി തന്ന പ്രാർത്ഥന ധ്വനി ആത്മീയ നേതൃത്വത്തോട്, അതിന്റെ കൂട്ടാളികളോട്, പലയിടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എന്നെ ഉൾപ്പെടുത്തുവാനായിട്ട് എന്നെ ക്ഷണിച്ച സഹോദരൻ ഫിലെ, കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് അല്പസമയം കൂടി പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാം. ദൈവം പ്രതിസന്ധിയിൽ ഇറങ്ങി വരും. നമുക്ക് ഒന്ന് രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വിശേഷാൽ ഉത്തർപ്രദേശിൽ ദൈവത്തിന്റെ വേലയോടായിരിക്കുന്ന ഒരു ബഹുമാന്യ കർത്താവിന്റെ ദാസന്റെ സഹധർമ്മിണി സിസ്റ്റർ സുനൈന, തനിക്ക് ക്യാൻസർ ബാധിതയാണ്, 4th സ്റ്റേജിലാണ്. ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകേണ്ടതിനായിട്ട്, ദൈവം സൗഖ്യമാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവൻ തീർച്ചയായും രോഗിക്ക് വൈദ്യനാണ്.
ആ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യവുമില്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ നമുക്ക് ഒരുമനപ്പെട്ട് ഈ സഹോദരിക്ക് പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സഹോദരി പ്രിൻസി താനും ശക്തമായ 29 വയസ്സാണ് തനിക്കുള്ളത്. ശക്തമായ വയറുവേദന മുഖാന്തരം ഹോസ്പിറ്റലിൽ പോയി ചില ടെസ്റ്റുകൾ ചെയ്തു. ഇനിയും ബയോപ്സി ടെസ്റ്റ് റിസൾട്ട് കൂടെ വരാനിട്ടുണ്ട്. ആ റിസൾട്ട് നോർമൽ ആകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ രോഗത്തിന്റെ പ്രതിസന്ധിയിലായിരിക്കുക, ദൈവത്തിന്റെ ഒരു ഇടപെടലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സഹോദരിമാരെ രണ്ടുപേരെയും ദൈവം ശക്തമായി വിടുവിക്കുമാറാകട്ടെ. ദൈവികമായ ഒരു വലിയ സൗഖ്യത്തിന്റെ കരം അവർക്ക് ലഭ്യമായി തീർന്നതിന് ശേഷം അത്ഭുത സാക്ഷികളാക്കി ദൈവം അവരെ തീർക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഞങ്ങൾക്ക് ലഭ്യമാക്കി തീർത്ത ഈ അനുഗ്രഹിക്കപ്പെട്ട രക്ഷയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായി തീർന്ന അനുഗ്രഹിക്കപ്പെട്ട രക്ഷ അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് സൗജന്യമായി നൽകിയതും അത് വിശ്വസിച്ച് ഞങ്ങൾക്ക് അവിടുത്തെ മക്കളെന്ന നിലയിൽ സമയഭേദം കൂടാതെ വളരെ സന്തോഷത്തോടെ വളരെ അധികാരത്തോടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ പുത്രത്വത്തിന്റെ വലിയ അവകാശം ഞങ്ങൾക്ക് കൃപ തോന്നി ദാനമായി നൽകിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശേഷ പ്രാർത്ഥനാ ധ്വനി ഈ കൂടിയൊരുവിനായി ഈ പ്രസ്ഥാനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ നേതൃത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവരായിരിക്കുന്നിടങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 സഹോദരിമാരെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഉത്തർപ്രദേശിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സുനേനയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് താൻ ക്യാൻസർ ബാധിതയാണ്, 4ാമത്തെ സ്റ്റേജിലാണെന്ന് അറിയുന്നു. എന്നാൽ ഈ രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു കടലിന്റെ ഒത്ത നടുവിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചിടത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഇടപെട്ടതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി ആയിരിക്കുന്ന ഏതിടത്താണോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ദൈവത്തിന്റെ കരം അവിടുന്ന് ഇടപെടുമാറാകണം. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം കർത്താവെ ഈ രാത്രി ഇടപെട്ട് ഒരു വലിയ വിടുതൽ കർത്താവ് തന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ, ആ ദേശത്ത് ഒരു സാക്ഷ്യമാക്കി തീർക്കുവാൻ, അനേക ആളുകൾ കർത്താവിനെ അറിയുവാൻ അതൊരു മുഖാന്തരമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ, ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ആ സഹോദരിയെ പൂർണ്ണമായി വിടുവിക്കുമാറാകണമേ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. സഹോദരി പ്രിൻസിക്കായി പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾക്ക് കർത്താവ് താൻ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ ബയോപ്സി നോർമലായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. പൂർണ്ണ സൗഖ്യത്തിന്റെ വാർത്ത കേൾപ്പാൻ ദൈവം സഹായിക്കണം. ദൈവം വിടുവിച്ചു എന്നുള്ള സാക്ഷ്യം ദൈവം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ കർത്താവെ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തമായ കരം അവിടുന്ന് ദൈവം അയച്ചതിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. ദൈവങ്ങളെ കേൾപ്പിക്കുന്ന ഒരിക്കൽ കൂടി പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത്, ഞങ്ങളുടെ സങ്കടം അറിഞ്ഞിറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും അതോടൊപ്പം തന്നെ ശ്രവിച്ചതോർത്ത് അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളോട് നന്ദി പറയുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.